ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെടാത്ത ആരുണ്ട് അല്ലേ? എല്ലാവർക്കും അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറേ നാൾ കഴിയുമ്പം BP, കൊളസ്ട്രോൾ, ഷുഗർ ഇതൊക്കെ വന്നിട്ട് അച്ചാർ പോലും ശരിക്കും വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലർക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്പെഷ്യൽ ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അച്ചാർ സാധാ പോലെ അച്ചാർ, നാരങ്ങ അച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് BP ആയാലും ഏത് അസുഖക്കാർക്കായാലും ഇതിൽ നിന്ന് കുറച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 350 ഗ്രാം നാരങ്ങ നമ്മളിവിടെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മളിതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി മതിയാകും. കാരണം ഇതിൽ നമ്മൾ നന്നായിട്ട് കാന്താരി മുളക് ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മളിവിടെ 1 സ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, അവരവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1-2 സ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാറല്ലേ, അച്ചാറിന് ഉപ്പ് പിടിക്കുമല്ലോ, അപ്പം അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി അതിനൊന്ന് യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. അതിനുശേഷം നമ്മളിതാ ഇവിടെ നമ്മൾ ചട്ടിയിൽ എണ്ണ വീത്തിയിട്ടുണ്ട്. നല്ലെണ്ണയാണ് വീത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ നല്ലെണ്ണയിലേക്ക് നമ്മൾ ഇവിടെ നല്ല പഴുത്ത കാന്താരിമുളക്, ഒരു 10-15 കാന്താരിമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതുപോലെ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉലുവ പൊടിച്ചതല്ല ചേർക്കുന്നത്, ഉലുവയും അതുപോലെ കടുകും വറുത്ത് ചേർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉലുവയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ നല്ലതുപോലെ മൂത്ത് വരട്ടെ. അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി നമ്മളിവിടെ ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അച്ചാർ കൂട്ടാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പറയുന്നത് പോലെ BPയുടെ യാതൊരുവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഉണ്ടാവത്തില്ല. കാരണം ഇതിൽ നമ്മൾ നല്ല രീതിയിൽ കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് എന്ന് പറയുന്നത് BP ഉള്ളവർക്ക് വളരെയേറെ ആശ്വാസകരമായിട്ടുള്ള, കാന്താരി പ്ലസ് എന്ന് പറയുന്ന മരുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ലേഹ്യങ്ങളായിട്ടൊക്കെ കടകളിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ ആ കാന്താരി നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ നാരങ്ങയിലേക്ക് ഒരല്പം ശർക്കര, നമുക്ക് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കുറച്ച് ശർക്കര മതിയാവുന്നതാണ്. അവരവരുടെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് വെള്ളം വീത്തിയാൽ മതി. കുറച്ച് വെള്ളവും കൂടി വീത്തി ശർക്കര ഉരുകുന്നതിന് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉരുകി വരട്ടെ. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ, ഇനി ഈ ഒരു സ്ഥാനത്ത് നമുക്ക് ഈത്തപ്പഴം ചേർക്കാവുന്നതാണ് കേട്ടോ. പലരും അങ്ങനെ ചേർത്ത് അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ശർക്കര ചേർത്താലും ഈത്തപ്പഴം ചേർക്കുന്ന അതേ ടേസ്റ്റ്. അപ്പം നമ്മൾ ആ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് വളരെ കുറച്ച് ശർക്കര പാനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴേ തന്നെ ഇതിന് കയ്പ്പ് തീരെ ഉണ്ടാവില്ല. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് നോക്കണം. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ നാരങ്ങ അച്ചാർ ഒന്ന് ഇട്ട് നോക്കൂ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.